നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ കഴിവതും മലയാളം വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ അതിനകത്ത് മലയാളം വാക്കുകൾ കൂട്ടി കലർത്താതെ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് മാത്രവും മലയാളം സംസാരിക്കുമ്പോൾ മലയാളം മാത്രം ഉപയോഗിക്കണമെന്ന് വളരെ കണ്ടിപ്പായിട്ട് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാണുന്ന ഒരു ചാനൽ ഞാൻ വളരെ സന്തോഷം, വളരെ മിസ് ചെയ്യാതെ പറയാം, മലയാളം അവിടെ കയറി ഞാൻ ഒഴിവാക്കാതെ കാണുന്ന ഒരു 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 സഫാരി ഞാൻ ഇടയ്ക്ക് ഒഴിവാക്കാതെ കാണും. എല്ലാ ദിവസവും 9:30 ആകുമ്പോൾ ടി വിയുടെ മുമ്പിൽ വന്നിരിക്കും. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ യാത്ര വിവരണമാൻ്റെ ചിത്രങ്ങളൊക്കെ കാണും. ഞാൻ അതിനകത്ത് ഉപയോഗിക്കുന്ന ചില ആവശ്യമായിട്ടോ അനാവശ്യമായിട്ടോ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡെസ്റ്റിനേഷൻ. പലയിടത്തും അദ്ദേഹം ഈ ഡെസ്റ്റിനേഷൻ എന്നുള്ളൊരു വാക്ക് ഉപയോഗിക്കും. നല്ല വാക്കാണ്, ഇംഗ്ലീഷിൽ കേൾക്കാനൊരു സുഖമുണ്ട്. പക്ഷെ നമ്മൾ മലയാളത്തിൽ സംസാരിക്കുമ്പോൾ ഈ ഡെസ്റ്റിനേഷന് പകരം ലക്ഷ്യസ്ഥലം അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി എന്ന് പറയുന്നതിൽ ഒരു 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 അപാകതയും കാണുന്നില്ല. വിനോദ സ്ഥലം എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? ഡെസ്റ്റിനേഷൻ മലയാളം വാക്കുകൾ ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു ഭാഷ സംസാരിക്കുമ്പോൾ ആ ഭാഷയിൽ തന്നെ എല്ലാ വാക്കുകളും ഉപയോഗിക്കാൻ ശ്രമിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തി. എന്നെ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചു, മുഴുവനാക്കിയില്ല എന്ന് തോന്നുന്നു. ഞാൻ മലയാളം തീരെ പഠിച്ചിട്ടില്ല. എനിക്ക് മലയാളം എഴുതാൻ അറിയില്ല, വായിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം ഞാൻ ചെന്നൈയിലാണ് വളർന്നതൊക്കെ. ഹിന്ദിയും ഇംഗ്ലീഷും തമിഴൊക്കെ അറിയാമെങ്കിലും മലയാളം എഴുതാൻ അറിഞ്ഞുകൂടായിരുന്നു. ആദ്യം വീട്ടിലൊക്കെ മലയാളം സംസാരിക്കും, പക്ഷേ പൊതുജനത്തിൻ്റെ ഇടയിൽ ഇംഗ്ലീഷ് സംസാരിക്കാനും ഒരു പ്രസംഗിക്കാനൊക്കെ എനിക്ക് ആദ്യം മലയാളം വാക്കുകൾ കിട്ടിയിരുന്നില്ല. പക്ഷേ ഞാനൊരു തീരുമാനമെടുത്തു, മലയാളം സംസാരിക്കുമ്പോൾ മലയാളം മാത്രമേ സംസാരിക്കൂ എന്ന്, ഇംഗ്ലീഷ് വാക്കുകൾ അതിനകത്ത് കൂട്ടിച്ചേർക്കില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ എനിക്ക് മലയാളം സംസാരിക്കുമ്പോൾ പ്രസംഗിക്കാനായിട്ട് രാഷ്ട്രീയ പ്രസംഗങ്ങളും സാമൂഹ്യ പ്രസംഗങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റുന്നത്, മലയാളത്തിൽ സംസാരിക്കാൻ പറ്റുന്നത്, ഇംഗ്ലീഷ് വാക്കുകൾ ഉപയോഗിക്കാതെ സംസാരിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു കാരണവശാലും ഞാൻ ഇംഗ്ലീഷ് ഉപയോഗിക്കില്ല എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടെ മാറിയപ്പോഴാണ്. അതുകൊണ്ടൊരു വാക്ക്, ഇംഗ്ലീഷിലത്തെ ഒരു വാക്കിന് മലയാളം അറിഞ്ഞുകൂടെങ്കിൽ അത് നോക്കി തപ്പിപ്പിടിച്ച് അതിന് മലയാളം കണ്ടുപിടിച്ച് ആണ് ഉപയോഗിക്കുക. അത് മറിച്ചും ശരിയാണ് കേട്ടോ. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷിനിടയ്ക്ക് മലയാളം വാക്കുകൾ നമ്മൾ ഉപയോഗിച്ചാൽ ഇംഗ്ലീഷ് നമ്മൾ ശരിക്കും പൂർണ്ണമായിട്ട് പഠിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ അത് ഇന്നൊക്കെ ഗൂഗിളിൽ വളരെ എളുപ്പമായിട്ട് കിട്ടാൻ സാധിക്കും. അത് അങ്ങനെ കിട്ടി അതിൻ്റെ ഇംഗ്ലീഷ് കണ്ടുപിടിച്ച് ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കണം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ, മലയാളം മാത്രം ഉപയോഗിക്കണം മലയാളം സംസാരിക്കുമ്പോൾ. ഇതല്പം കഠിനമായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഒരു ഭാഷ പഠിക്കണമെങ്കിൽ അത് വേണം. ജബ് ഹിന്ദി ബോലത്തെ ഹിന്ദി മേ ഹി ബോലൂ. അത് എല്ലാ ഭാഷയ്ക്ക് അത് 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 അതിന് ആ ഒരു നിയമം എല്ലാ ഭാഷയിലും ഭാഷ പഠിക്കാനുമായിട്ട് ആവശ്യമുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ശ്രോതാക്കൾ തെറ്റിദ്ധരിക്കരുത്. ഒരു ഭാഷ പൂർണ്ണമായിട്ടും ഭംഗിയായിട്ടും പഠിക്കണമെങ്കിൽ ആ ഭാഷ സംസാരിക്കുമ്പോഴോ അത് എഴുതുമ്പോഴോ ആ ഭാഷ മാത്രം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും. ഞാൻ മലയാളം ഭംഗിയായിട്ട് സംസാരിക്കും, ഇപ്പോൾ ഭംഗിയായിട്ട് സംസാരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉച്ചാരണത്തിൽ അവിടെയൊക്കെ ചില തെറ്റൊക്കെ കാണും, പക്ഷേ എങ്കിലും ഒരു തപ്പ് കൂടാതെ സംസാരിക്കാൻ സാധിക്കുന്നത് എനിക്ക് ഒട്ടും അറിഞ്ഞിരുന്നില്ല. ചെറുപ്പത്തിൽ ഞാൻ മലയാളം പഠിച്ചിട്ടില്ല, എഴുതാനിപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ്, നല്ല ബുദ്ധിമുട്ടാണ്. പക്ഷേ സംസാരിക്കുന്നത് ഭംഗിയായിട്ട് സംസാരിക്കുന്നത്, അത് സംസാരിക്കുമ്പോൾ മലയാളം സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഉപയോഗിക്കാതെയും ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ മലയാളം ഉപയോഗിക്കില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടു കൂടെ പോയതുകൊണ്ട് നിങ്ങൾക്കും അത് അനുകരിക്കാം. താങ്ക് യു.